അങ്ങനെ കോൺഗ്രസിന്റെ ഭാഗ്യം ഉദിക്കാൻ പോവുകയാണ്. രമേശ് ചെന്നിത്തലയുടെ മകനും പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ സേവിച്ച് ഒരു പരുവമായെന്ന് കണ്ടപ്പോൾ മകൻ ഒരു കൈ സഹായത്തിന് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതിന്റെ പ്രാരംഭമായിരിക്കണം ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു അഭിപ്രായം തന്റെ ഫേസ്ബുക്കിലൂടെ നാട്ടുകാരിലേക്ക് പകർന്നു നൽകിയത്. പിണറായി വിജയനെതിരെയാണ് ആഞ്ഞടിക്കുന്നതെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും കോൺഗ്രസിന്റെ ഉള്ളിലെ ജീർണതയാണ് സത്യത്തിൽ പുറത്തു കൊണ്ടുവന്നത്. നിർഭാഗ്യവശാൽ മകൻ തുറന്നു കാണിച്ച മുഴുവൻ ജീർണതയും അച്ഛൻ മൂലം സംഭവിച്ചാണെന്നുള്ളതാണ് വസ്തുത. ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം, കേരളത്തിലെ 26ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ 7000-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഇടതുമുന്നണി കഷ്ടിക്ക് കരപറ്റിയത്. അതിൽ തന്നെ 16 നിയോജകമണ്ഡലങ്ങൾ 2500 വോട്ടിൽ താഴെ. ഇത് കാര്യകാരണ സഹിതം ആ പോസ്റ്റിൽ വിവരിക്കുന്നുണ്ട്. UDFിലെ ഘടകകക്ഷികളായ മാണി കോൺഗ്രസിനെയും ജനതാദളിനെയും മുന്നണിയിൽ നിന്നും നിഷ്കരണം ചവിട്ടി പുറത്താക്കിയതാണ് പ്രകടമായ കാരണം. അങ്ങനെയാണ് ആ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഇവിടെയാണ് മകൻ ചെന്നിത്തല മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആരാണ് മാണി കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയത്? കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചെന്നിത്തല കോൺഗ്രസിന് വേണ്ടി കുഴിച്ച കുഴിയുടെ ആഴം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ 50 നിയോജകമണ്ഡലങ്ങളിൽ 1000 മുതൽ മുകളിലോട്ട് വോട്ട് ഷെയറുള്ള ഒരു സംസ്ഥാന പാർട്ടിയാണ് മാണി ഗ്രൂപ്പ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിച്ചത് കേവലം 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അവിടെ മാണി കോൺഗ്രസിന് അന്നത്തെ നില അനുസരിച്ച് 5000-ൽ കൂടുതൽ വോട്ടുകളുണ്ട്. ഇത് 140-ൽ 1 മാത്രമാണ്. ജനതാദളിന് മലബാറിൽ ഇതുപോലെ പല മണ്ഡലങ്ങളിലുമുള്ള വോട്ട് ഷെയർ ചിലരുടെ വ്യക്തി താല്പര്യത്തിന്റെ പുറത്ത് കാണാതെ പോയതാണ്. കൃത്യമായി പറഞ്ഞാൽ സ്ഥാനാർത്ഥി മോഹികളായ കോൺഗ്രസുകാരുടെ ഗ്രൂപ്പ് മാനേജർമാർ അവരവരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരെ മത്സരിപ്പിക്കുവാനുള്ള ആർത്തി കൊണ്ട് സംഭവിച്ചതാണ്. കോട്ടയത്തെ കോൺഗ്രസുകാരുടെ ദുരവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. മാണി ഗ്രൂപ്പ് എന്ന വടവൃക്ഷം പടർന്നു പന്തലിച്ചു കിടക്കുന്നതിനാൽ കോൺഗ്രസുകാർക്ക് മത്സരിക്കുവാൻ ആവശ്യമായ സീറ്റുകൾ കിട്ടുന്നില്ല. 9 സീറ്റിൽ 6 സീറ്റും കേരള കോൺഗ്രസുകാരാണ് മത്സരിക്കുന്നത്. അത് കോട്ടയത്തെ കോൺഗ്രസുകാരെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിക്കുന്നത്. എന്നാൽ അവിടെ കോൺഗ്രസുകാർ ഒറ്റയ്ക്ക് മത്സരിച്ച് സീറ്റുകളൊന്നും നേടുകയുമില്ല. ആ യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ബോധ്യപ്പെട്ടതാണ്. രാഷ്ട്രീയ മീമാംസയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന തത്വം, കൂട്ടുകക്ഷി ഭരണത്തിൽ പ്രധാന കക്ഷി അവർക്ക് ശക്തമായി മേൽക്കൈ ഉള്ളപ്പോൾ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർക്ക് യുക്തമായ രീതിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കും. കേന്ദ്രത്തിൽ ഭരണവും കേരളത്തിൽ ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്ന കാലത്ത് ഈ പറഞ്ഞതൊക്കെ നടത്താൻ പറ്റുന്ന കാലമായിരുന്നു. കാലം മാറി, കഥ മാറി. രാഷ്ട്രീയ മീമാംസയിലെ രണ്ടാമത്തെ തത്വമാണ് ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. കൂട്ടുകക്ഷി ഭരണത്തിൽ നേതൃത്വം നൽകുന്ന കക്ഷി ശക്തി ക്ഷയിച്ചാൽ അത് പുറത്ത് കാണിക്കാതെ കൂട്ടുകക്ഷികളെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് കൂടുതൽ സൗജന്യങ്ങൾ നൽകി അവരെ കൂടെ നിർത്തി അവനവന്റെ കാല് നിലത്തുറപ്പിക്കാൻ സാധിക്കുന്നത് വരെ മൗനം ഭജിക്കുക. 1967 കേവലം 9 MLA-മാരുമായി പ്രതിപക്ഷത്തിരുന്ന് പണി തുടങ്ങിയ കെ കരുണാകരൻ CPIയും അതുപോലുള്ള ചെറുകിട പാർട്ടികളെ കൂട്ടുപിടിച്ചാണ് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ കേരളത്തിൽ കോൺഗ്രസിന് ഭരണം നേടിക്കൊടുത്തു എന്ന കാര്യം ഈ മകൻ ചെന്നിത്തല ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ആ കരുണാകരന്റെ ശിഷ്യനായി കയറി വന്ന അച്ഛൻ ചെന്നിത്തല ലീഡർക്ക് ഒരു കാറപകടം ഉണ്ടായതിന്റെ പിറ്റേന്ന് രാവിലെ തന്നെ ലീഡറെ തള്ളിപ്പറഞ്ഞു എന്നത് മകൻ ചെന്നിത്തല കാണാതെ പോകരുത്. ലോകത്താരോടും ആത്മാർത്ഥതയില്ലാത്ത അച്ഛൻ ചെന്നിത്തല കോൺഗ്രസിനെ പടുകുഴിയിലേക്കാണ് നയിച്ചത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ 5ഉം 10 സീറ്റിലെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മകൻ ചെന്നിത്തലയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടും. ഒരു കാലത്ത് ഏതാണ്ട് മുഴുവൻ സീറ്റുകളും UDFന്റെയും കോൺഗ്രസിന്റെയും ആയിരുന്ന ഈ 2 ജില്ലകളിലും ഇന്ന് മേമ്പടിക്ക് പോലും ഒരു സീറ്റില്ലെന്ന് പറയുമ്പോൾ അത് അച്ഛൻ ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹത്തിന്റെ ബഹിസ്ഫുരണമാണെന്ന് മനസ്സിലാക്കണം. ഇനി ഒരുപാട് കാര്യങ്ങൾ മകൻ ചെന്നിത്തലയെ ബോധിപ്പിക്കാനുണ്ട്. വിസ്താരഭയത്താൽ അതിപ്പോൾ പറയുന്നില്ല, മറ്റൊരവസരത്തിലാകാം. കോൺഗ്രസ് കേന്ദ്രവും കേരളവും ഭരിച്ച കാലത്തോളം നേട്ടം ഇന്ന് BJPയും ഇടതുമുന്നണിയും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനുകളും ഇരട്ടപ്പാതകളും വിഴിഞ്ഞം പോർട്ടും ആറുവരി ദേശീയപാതയും കേരളത്തിനൊരു പ്രത്യേക ചന്തമാണ് വരുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. തമ്മിൽ ഭേദം തൊമ്മനെന്ന്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് കേന്ദ്രത്തിൽ 8 or 10 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് കേരളത്തിന് കിട്ടിയത് എന്തുവാ? ഒലക്ക. ഇന്ന് പേരിനൊരു ജോലി മാത്രമേ ഉള്ളൂ, എന്നാലും എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട്. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വിലയിരുത്തി പഠിച്ചിട്ട് മാത്രമേ ചെന്നിത്തലയുടെ പുത്രൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാവൂ. ഇതൊരു അഭ്യർത്ഥനയാണ്. യഥാർത്ഥത്തിൽ ആന്റണിയുടെ പുത്രനെ പോലെ
BJP രാഷ്ട്രീയം പരീക്ഷിക്കുന്നതായിരിക്കും ചെന്നിത്തല പുത്രനും വളർച്ചയ്ക്ക് നല്ലത്. പക്ഷെ അത് ചെയ്യത്തില്ലെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയാം. കാരണം അച്ഛൻ ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി കുപ്പായി തയ്പ്പിച്ചിരിക്കുക അതുകൊണ്ട്.